Hi students, ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന ടോപ്പിക്ക് സോപ്പാണ്, അതായത് സിമ്പിൾ ഒബ്ജക്റ്റ് ആക്സസ് പ്രോട്ടോക്കോൾ. സോ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ഫസ്റ്റ് ഓഫ് ഓൾ ഒരു ഇൻട്രൊഡക്ഷൻ പാർട്ടാണ്. അപ്പം ഇതിനകത്ത് നമ്മൾ ആക്ച്വലി HTTPSനെ കുറിച്ചിട്ടാണ് പറയുന്നത്. ഒരു ക്ലയൻറ്റും സെർവറും തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു സെക്യൂർ വേ ആണ് ആക്ച്വലി HTTPS എന്ന് പറയുന്നത്. അതായത് ക്ലയൻറ്റ്സ് എക്സാമ്പിൾ ക്ലയൻറ്റും സെർവറും തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു. അവർ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ആദ്യം ക്ലയൻറ്റ് എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു റിക്വസ്റ്റ് കൊടുക്കുന്നു വിത്ത് ഹെൽപ്പ് ഓഫ് ക്ലയൻറ്റ് സർട്ടിഫിക്കറ്റ്. അപ്പം സെർവർ ഈ ഒരു ക്ലയൻറ്റിൻ്റെ സർട്ടിഫിക്കറ്റ് സ്റ്റോർ ചെയ്ത് വെക്കുന്നു. ദെൻ അതിനുശേഷം സെർവറിൻ്റെ സർട്ടിഫിക്കറ്റ് വെച്ചിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് ക്ലയൻറ്റിന് കൊടുക്കുന്നു. ഓക്കെ, ഇങ്ങനെയാണ് ആക്ച്വലി അവർ കമ്മ്യൂണിക്കേഷൻ നടത്തുന്നത്, ക്ലയൻറ്റ് സെർവറും തമ്മിൽ കമ്മ്യൂണിക്കേഷൻ നടത്തുന്നത്. ബട്ട് ഈ ഒരു കമ്മ്യൂണിക്കേഷൻ എല്ലാ ആപ്ലിക്കേഷൻസിനും പോസിബിളായിട്ടല്ല പറ്റത്തില്ല. അതായത് ചില കേസുകളിൽ ഒരു ക്ലയൻറ്റ് തന്നെ മൾട്ടിപ്പിൾ സെർവേഴ്സുമായിട്ട് കമ്മ്യൂണിക്കേഷൻ നടത്തും. അപ്പം ഈ ഒരു രീതി, ഈ ഒരു വേ ആക്ച്വലി പറ്റില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ് നമ്മുടെ സോപ്പ് എന്ന് പറയുന്ന പ്രോട്ടോക്കോൾ. സോപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സിമ്പിൾ ഒബ്ജക്റ്റ് ആക്സസ് പ്രോട്ടോക്കോൾ. അപ്പം ഇത് മെയിൻലി യൂസ് ചെയ്യുന്നത് വെബ് സെക്യൂരിറ്റിക്ക് വേണ്ടിയിട്ടാണ്, അതായത് വെബ് സർവീസ് സെക്യൂരിറ്റി പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പം നമുക്ക് കൊടുക്കേണ്ട ഡേറ്റ എന്ന് വെച്ച് കഴിഞ്ഞാൽ സോപ്പ് ഹെഡർ എലമെൻ്റ് ആയിട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, ഇത് ഒരു XML ബേസ്ഡ് പ്രോട്ടോക്കോളാണ്. അപ്പോൾ അതിനകത്ത് മെയിനിലുള്ള സാധനങ്ങളെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു എൻവലപ്പ് ഉണ്ടാവും, ദെൻ ഒരു എൻകോഡിങ് റൂൾസ് ഉണ്ടാവും, ദെൻ RPC കൺവെൻഷൻ ഉണ്ടാവും, ദെൻ സോപ്പ് ബൈൻഡിങ് ഉണ്ടാവും. എൻവലപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സാധാരണ രീതിയിലൊരു ഡോക്യുമെൻറ്റ് ഒരു ലെറ്റർ ഒരു പേപ്പർ കൊടുക്കുന്നതിന് പകരം നമ്മളൊരു എക്സ്ട്രാ ഒരു കവറും കൂടെ അതിനകത്ത് ആഡ് ചെയ്തതിന് ശേഷം കൊടുക്കുന്നു. ഓക്കെ, ഒരു ഫ്രെയിം വർക്കും കൂടെ ഡിസ്ക്രൈബ് ചെയ്തതിന് ശേഷം ഡിഫൈൻ ചെയ്ത് നമ്മുടെ മെസ്സേജ് കൊടുക്കുന്നു. അതിനെയാണ് ആക്ച്വലി എൻവലപ്പ് എന്ന് പറയുന്നത്. ദെൻ എൻകോഡിങ് റൂൾസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡേറ്റ ടൈപ്സ്, അതിനകത്ത് യൂസ് ചെയ്തേക്കുന്ന ഡേറ്റ ടൈപ്സ് ഡിഫൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നു. ഓക്കെ, ദെൻ RPC കൺവെൻഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ RPC റിമോട്ട് പ്രൊസീജിയർ കോൾസ് റെസ്പോൺസസിനെയും ഇതിനെ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ റെപ്രസെൻ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നു. ദെൻ ഒരു സോപ്പ് ബൈൻഡിങ്ങും ഉണ്ട്. ഓക്കെ, സോപ്പ് ബൈൻഡിങ് മെയിൻലി യൂസ് ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് HTTP ബൈൻഡിങ് യൂസ് ചെയ്യുന്നുണ്ട്. HTTP ബൈൻഡിങ് യൂസ് ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ട്രാൻസ്പോർട്ട് പ്രോട്ടോക്കോളും ആയിട്ട് ഒരു മാപ്പിംഗ് വരാനാണ്. സോപ്പ് മെസ്സേജും ട്രാൻസ്പോർട്ട് പ്രോട്ടോക്കോളും ആയിട്ടൊരു മാപ്പിംഗ് വരാൻ വേണ്ടിയിട്ടാണ് ആക്ച്വലി ഇവിടെ ബൈൻഡിങ് യൂസ് ചെയ്യുന്നത്, സോപ്പ് ബൈൻഡിങ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, എഗെയിൻ സോപ്പ് എന്തുവെന്നുള്ളത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. സോപ്പ് എന്ന് പറയുന്നത് ഒരു ലൈറ്റ് വെയ്റ്റ് പ്രോട്ടോക്കോളാണ്. ഇതിൻ്റെ മെയിൻ പേർപ്പസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻഫർമേഷൻ എക്സ്ചേഞ്ച് ആണ്. അതായത് സ്ട്രക്ചേർഡ് ഇൻഫർമേഷൻ എക്സ്ചേഞ്ച് ആണ്. ഒരു ഡീസെൻട്രലൈസ്ഡ് അല്ലെങ്കിൽ ഡിസ്ട്രിബ്യൂട്ടഡ് സിസ്റ്റത്തിനകത്ത് ഇൻഫർമേഷൻ എക്സ്ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ് സോപ്പ് എന്ന് പറയുന്ന പ്രോട്ടോക്കോൾ യൂസ് ചെയ്യുന്നത്. ആക്ച്വലി ഇതിനകത്ത് യൂസ് ചെയ്യുന്ന ഫോർമാറ്റ് XML ഫോർമാറ്റാണ്. മെസ്സേജ് ഫോർമാറ്റ് എന്ന് പറയുന്നത് XML ഫോർമാറ്റാണ് യൂസ് ചെയ്യുന്നത്. ഇത് പർട്ടിക്കുലറായിട്ട് ഒരു പ്ലാറ്റ്ഫോമോ അല്ലെങ്കിൽ ലാംഗ്വേജോ ഡിപ്പെൻഡൻ്റ് അല്ല. പിന്നെ ഇതിനകത്ത് ഇത് കൂടുതലായിട്ടും യൂസ് ചെയ്യുന്ന HTTPക്കകത്താണെങ്കിലും SMTP FTPയിലും എല്ലാം യൂസ് ചെയ്യും. ഓക്കെ, സോപ്പ് ബൈൻഡിങ് ആണ് ഈ കൊടുത്തേക്കുന്നത്. സോപ്പ് ബൈൻഡിങ്ങിന് വേണ്ടിയിട്ട് സാധാരണയായിട്ട് HTTP പോസ്റ്റും ഗെറ്റും ഒക്കെ യൂസ് ചെയ്യാറുണ്ട്. ഓക്കെ,
അതായത് ഗെറ്റ് റിക്വസ്റ്റ് അല്ലെങ്കിൽ പോസ്റ്റ് റിക്വസ്റ്റ് യൂസ് ചെയ്തിട്ട് HTTP ആയിട്ട് ബൈൻഡിങ് ചെയ്യും. ഞാൻ ഓൾറെഡി പറഞ്ഞു ബൈൻഡിങ് എന്തിനാണ് യൂസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ സോപ്പ് മെസ്സേജും അണ്ടർലൈൻ ട്രാൻസ്ഫർ പ്രോട്ടോക്കോളും ആയിട്ട് ബൈൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. സോ ദിസ് ഇസ് എ HTTP പോസ്റ്റ് റിക്വസ്റ്റ് ആണ് ഈ കൊടുത്തേക്കുന്നത്. ദെൻ HTTP റെസ്പോൺസ് മെസ്സേജാണ് നെക്സ്റ്റ് കൊടുത്തേക്കുന്നത്, റിക്വസ്റ്റും റെസ്പോൺസും. ഓക്കെ, ഇനി സോപ്പിൻ്റെ ബിൽഡിംഗ് ബ്ലോക്സ് എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. സോപ്പ് എന്ന് പറയുന്നത് പ്രോട്ടോക്കോളിൻ്റെ മെയിൻ പേർപ്പസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സോപ്പ് മെസ്സേജാണ്. സോപ്പ് മെസ്സേജ് എന്നതിൻ്റെ ഒരു ഫിഗറാണ് ഈ കൊടുത്തേക്കുന്നത്. അപ്പം ഇറ്റ് കൺസിസ്റ്റ് ഓഫ് എ സോപ്പ് എൻവലപ്പ്. സോപ്പ് എൻവലപ്പിനകത്ത് സോപ്പ് ഹെഡറും ഉണ്ടാവും, സോപ്പിൻ്റെ ബോഡി ഉണ്ടാവും. സോ ഹെഡർ ബ്ലോക്സ് ആൻഡ് ബോഡി ഉണ്ടാവും. സോ വി ക്യാൻ സേ സോപ്പ് മെസ്സേജ് എന്ന് പറയുന്നത് ഇറ്റ് ഇസ് നത്തിങ്, ഇറ്റ് ഇസ് എൻ XML ഡോക്യുമെൻറ്റ്. അതിനകത്ത് എൻവലപ്പ് ഉണ്ടാവും. എൻവലപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഡീറ്റെയിൽസ്, സേ സോപ്പിൻ്റെ മെസ്സേജിനകത്ത് കുറച്ച് ഡീറ്റെയിൽസ്, റൂട്ടിംഗ് എലമെൻറ്റ്സ് കാര്യങ്ങളുമൊക്കെ മെൻഷൻ ചെയ്തേക്കുന്നത് ഈ ഒരു എൻവലപ്പിനകത്തായിരിക്കും. ദെൻ ഒരു ഹെഡർ പാർട്ട് ഉണ്ടാവും. ഹെഡർ പാർട്ടിനകത്താണെങ്കിൽ ഹെഡർ ഇൻഫോർമേഷൻസ് ഉണ്ടാവും. ഹെഡർ ഇൻഫോർമേഷൻസ് മെയിൻലി ഓതൻറ്റിക്കേഷൻ ഇൻഫോർമേഷൻസ് ആയിരിക്കാം. അല്ലെന്നുണ്ടെങ്കിൽ എന്തൊക്കെയാണ് ഇതിനകത്ത് യൂസ് ചെയ്യുന്ന ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് പാരാമീറ്റേഴ്സ്, ദെൻ അതിനകത്ത് യൂസ് ചെയ്യുന്ന കോംപ്ലക്സ് ടൈപ്സ് എന്തൊക്കെയാണ് എന്നൊക്കെയുള്ള ഡിഫൈൻ ചെയ്യുന്നതാണ് ആക്ച്വലി ഹെഡർ പാർട്ടിനകത്ത് വരുന്നത്. സോ ഇതാണൊരു സോപ്പിൻ്റെ ഫോമാറ്റ്. ഈ ഒരു ഫോമാറ്റിനകത്ത് ഫസ്റ്റ് കൊടുത്തേക്കുന്ന പാർട്ടെന്ന് പറഞ്ഞാൽ സോപ്പിൻ്റെ മെസ്സേജാണ്. ഫസ്റ്റ് പാർട്ട് ഓഫ് ദ സോപ്പ് മെസ്സേജ് ഇസ് ദ എൻവലപ്പ്. അതാണ് നമ്മുടെ എൻവലപ്പ്. ദെൻ നെക്സ്റ്റ് പാർട്ട് എന്ന് പറയുന്നത് സെക്കൻഡ് എലമെൻറ്റ് എന്ന് പറയുന്നതാണ് സോപ്പിൻ്റെ ബോഡി. അവിടെയാണ് നമ്മൾ ആക്ച്വൽ മെസ്സേജ് കൊടുക്കുന്നത്. അപ്പം ഈ ഒരു ബോഡിക്കകത്ത്, ഈ ഒരു മെസ്സേജിനകത്ത് ഒരു വെബ് സർവീസ്, ഹലോ എന്ന് പറയുന്ന ഒരു വെബ് സർവീസസിൻ്റെ ഡീറ്റെയിൽസാണ് കൊടുത്തേക്കുന്നത്. സോ അതിൻ്റെ കാര്യങ്ങളാണ് ഇവിടെ പറഞ്ഞേക്കുന്നത്. ഇനി ഇതിനകത്ത് യൂസ് ചെയ്തിരിക്കുന്ന സെക്യൂരിറ്റി സ്റ്റാൻഡേർഡ്സിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. സോ വെബ് സർവീസ് സെക്യൂരിറ്റി സ്റ്റാൻഡേർഡ്സ് എന്ന് പറയുമ്പോഴേക്കും സോപ്പിനകത്ത് ആക്ച്വലി സെക്യൂരിറ്റി പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് 2 വേ ഉണ്ട്. ഫസ്റ്റ് വേ എന്ന് പറയുന്നത് യൂസിങ് യൂസർ നെയിം ടോക്കൺ, അതായത് യൂസർ നെയിമും പാസ്വേഡും വെച്ചിട്ടുള്ള ടോക്കൺ ജനറേറ്റ് ചെയ്യുക. സെക്കൻഡ് രീതി എന്ന് വെച്ച് കഴിഞ്ഞാൽ ബൈനറി സെക്യൂരിറ്റി ടോക്കൺ യൂസ് ചെയ്യുക. അതായത് കർബറോസോ അല്ലെന്നുണ്ടെങ്കിൽ X5.9 യൂസ് ചെയ്തതിന് ശേഷം എൻക്രിപ്ഷൻ ടെക്നിക്ക് വെച്ചിട്ട് പ്രൊവൈഡ് ചെയ്യുന്ന സെക്യൂരിറ്റി. സോ ഈ ഒരു ബ്ലോക്ക് ഡയഗ്രത്തിനകത്ത് ആക്ച്വലി റെപ്രസെൻറ്റ് ചെയ്യുന്ന വെബ് സർവീസ് സെക്യൂരിറ്റി മോഡൽ ആണ്. അപ്പോൾ ആദ്യം ക്ലയൻറ്റ് ഒരു സർവീസ് സെക്യൂരിറ്റി ടോക്കൺ റിക്വസ്റ്റ് ചെയ്യും. അതായത് നമ്മൾ സാധാരണ ഒരു ഹോസ്പിറ്റലിലൊക്കെ പോകുമ്പം ചെയ്യുന്ന അതേ കേസ് തന്നെയാണ് ഇവിടെ. ഒരു പേഷ്യൻ്റ് ആദ്യം ഒരു ടോക്കൺ കളക്ട് ചെയ്യും. ആ ടോക്കൺ വെച്ചിട്ടായിരിക്കും പിന്നെ ഡോക്ടേഴ്സിനെയൊക്കെ പോയി കാണുന്നത്. അപ്പോൾ ഫസ്റ്റ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ വെബ് സർവീസ് ക്ലയൻറ്റ് സെക്യൂരിറ്റി ടോക്കൺ സർവീസിന് ഒരു റിക്വസ്റ്റ് കൊടുക്കും. ഇങ്ങനൊരു കമ്മ്യൂണിക്കേഷന് വേണ്ടിയിട്ട്, സെർവറുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടി ഒരു ടോക്കൺ വേണമെന്ന്. സെക്യൂരിറ്റി ടോക്കൺ എന്ത് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ടോക്കൺ വെബ് സർവീസ് ക്ലയൻറ്റിന് കൊടുക്കും. വൺസ് അത് കിട്ടിക്കഴിയുമ്പം വെബ് സർവീസ് ക്ലയൻറ്റ് ഈ വെബ് സർവീസുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ടോക്കൺ, അതായത് ഈ മെസ്സേജിൻ്റെ കൂടെ, സോപ്പ് മെസ്സേജിൻ്റെ കൂടെ ഈ സെക്യൂരിറ്റി ടോക്കണും കൂടെ എംബഡ് ചെയ്തിട്ടായിരിക്കും സെൻഡ് ചെയ്ത് കൊടുക്കുന്നത്. ഓക്കെ, അപ്പം വെബ് സർവീസസിന് മനസ്സിലാവാം ആ ഒരു സോപ്പ് മെസ്സേജ് എന്ന് വെച്ചാൽ ഇറ്റ്സ് ആൻ ഓതൻറ്റിക്കേറ്റഡ് വൺ ആണെന്നും ഇങ്ങനൊരു സർവീസ് സെക്യൂരിറ്റി ടോക്കൺ പ്രൊവൈഡ് ചെയ്ത് ഒരു ടോക്കൺ ആണെന്നും മനസ്സിലാക്കും.
അതായത് ഒരു ഓതൻറ്റിക്കേറ്റഡ് ആയിട്ടുള്ള ക്ലയൻറ്റാണെന്ന് മനസ്സിലാക്കിയിട്ടാണ് കമ്മ്യൂണിക്കേഷൻ ചെയ്യുന്നത്. ആ സ്റ്റെപ്സാണ് ഇവിടെ കൊടുത്തേക്കുന്നത്. ഓക്കെ, സോ ഇനി നെക്സ്റ്റ് യൂസർ നെയിമും പാസ്വേഡും വെച്ചിട്ടുള്ള ആ ഓതൻറ്റിക്കേഷൻ്റെ ഫോമാറ്റാണ് ഈ കൊടുത്തേക്കുന്നത്. അപ്പം എലമെൻറ്റിനകത്ത് നമ്മൾ സ്പെസിഫൈ ചെയ്യുന്ന യൂസർ നെയിമും പാസ്വേഡും ഇത് വെച്ചിട്ടാണ് ആക്ച്വലി ഓതൻറ്റിക്കേഷൻ ചെയ്യുന്നത്. ഈ ഒരു ഫോമാറ്റിലാണ്. നെക്സ്റ്റ് സോപ്പ് ബോഡിയുടെ റിക്വസ്റ്റ് ആൻഡ് റെസ്പോൺസ് പാർട്ടാണ്. റിക്വസ്റ്റും റെസ്പോൺസും ചെയ്യാൻ ആക്ച്വലി ചെയ്യുന്നത് RPC മെത്തേഡ് ഇൻവോക്കേഷൻ യൂസ് ചെയ്തിട്ടാണ് റിക്വസ്റ്റ് ചെയ്യുന്നത്. റെസ്പോണ്ട് ചെയ്യുന്നത് മെത്തേഡ് RPC മെത്തേഡ് റിട്ടേൺ വെച്ചിട്ടാണ്. സോ റിക്വസ്റ്റ്, സോ ഇതൊരു എക്സാമ്പിളാണ് കൊടുത്തേക്കുന്നത്. അപ്പോൾ ആദ്യം കൊടുത്തേക്കുന്ന എൻവലപ്പ്, അതിനുശേഷം നമ്മൾ ആ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ബോഡി പാർട്ട്, ഇവിടെ ഹെഡർ സ്പെസിഫൈ ചെയ്തിട്ടില്ല, ബോഡി പാർട്ടാണ്. ബോഡി പാർട്ടിനകത്താണ് മെസ്സേജ് കൊടുത്തേക്കുന്നത്. ഇവിടുത്തെ മെസ്സേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു അക്കൗണ്ടിനകത്തുള്ള ബാലൻസ് റീഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള അക്കൗണ്ട് നമ്പറും കാര്യങ്ങളും ഒക്കെയാണ് ബോഡിക്കകത്ത് സ്പെസിഫൈ ചെയ്ത് കൊടുത്തേക്കുന്നത്. സോ ദിസ് ഇസ് ദ റിക്വസ്റ്റ് മെസ്സേജ്. ഇനി റെസ്പോൺസ് മെസ്സേജിനകത്ത് നമുക്ക് ആ ബാലൻസ് റീഡ് ചെയ്ത് എത്രയാണെന്ന് എമൗണ്ട് എന്നുള്ളത് റിട്ടേൺ ചെയ്യുന്നതാണ് ബോഡിക്കകത്ത് സ്പെസിഫൈ ചെയ്തേക്കുന്നത്. ഓക്കെ, സോ ഇത് ഇത്രയേ ഉള്ളൂ സോപ്പ്. സോപ്പ് എന്ന് പറഞ്ഞാൽ സിമ്പിൾ ഒബ്ജക്റ്റ് ആക്സസ് പ്രോട്ടോക്കോൾ. ആക്ച്വലി കമ്മ്യൂണിക്കേഷൻ എക്സ്ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ് സോപ്പ് എന്ന് പറയുന്ന പ്രോട്ടോക്കോൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, താങ്ക് യു.